ഏലിയാവേ 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 സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ പുറപ്പെട്ട് ഇസ്രായേൽ രാജാവായ ആഹാബിനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു ചെല്ലുക. അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കാൻ അവിടേക്ക് പോയിരിക്കുന്നു. നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിയ അതേ സ്ഥലത്ത് തന്നെ ആഹാബിന്റെ രക്തവും നായ്ക്കൾ നക്കുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നതായി നീ ആഹാബിനോട് പോയി പറയുക. ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ പോകുന്നു. അങ്ങനെ ഏലിയാവ് രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു. അതേസമയം ആഹാബ് മരിച്ചുവെന്നറിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി ഇതാ ഇസബെല്ല രാജ്ഞി ആഹാബ് രാജാവിന്റെ അടുത്തെത്തിയിരിക്കുന്നു. ഇനിയും ആ മുന്തിരിത്തോട്ടം അവർക്ക് സ്വന്തമാക്കാമെന്നുള്ള സന്തോഷത്തിൽ ഇസബെല്ല രാജ്ഞി ഇതാ ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ. മഹാരാജൻ, അങ്ങൊരു വാർത്തയറിഞ്ഞു. ആ നാബോത്ത് മരിച്ചിരിക്കുന്നു. ഇനി ആ തോട്ടം അങ്ങേക്ക് തന്നെ സ്വന്തം. അതെയോ? അതെ. ആ തോട്ടം നാം വളരെയധികം ആഗ്രഹിച്ചതാണ്. അതെ അതെ. എന്നാൽ നമുക്ക് അങ്ങോട്ടായി പോകാം. അതെ. ആരോ വരുന്നുണ്ടെന്ന് തോന്നല്ലോ. അതാ ഏലിയ പ്രവാചകനാന്ന് തോന്നുന്നു. വരൂ, നമുക്ക് തോട്ടത്തിലേക്ക് പോകാം. വരൂ. മഹാരാജാവേ, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവരോ? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവുമത്രേ. യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുകയും നീ ബാൽവിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തിരിക്കുന്നു. നീ കുല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്യുമോ എന്ന് യഹോവ ചോദിക്കുന്നു. കേവലം ഒരു മുന്തിരിത്തോട്ടത്തിന് വേണ്ടി നിഷ്കളങ്കനായ നാബോത്തിനെ നീ കൊന്നോട്ടെ. നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിയ അതേ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. എന്റെ ശത്രുവേ, നീ എന്നെ കണ്ടെത്തിയോ? അതെ, ഞാൻ നിന്നെ കണ്ടെത്തി. യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുവാൻ തക്കവണ്ണം നീ നിന്നെ തന്നെ വിറ്റുകളഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ മേൽ അനർത്ഥം വരുത്തും. നീ എന്നെ കോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിന്റെ ഗ്രഹത്തെ നബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ ഗ്രഹത്തെ പോലെയും അഹിയാബിന്റെ മകനായ ബേശയുടെ ഗ്രഹത്തെ പോലെയും ആക്കും. ഇസ്രായേലേ, യഹോവയ്ക്ക് ഇഷ്ടമായത് ചെയ്യുവാൻ ആഹാബിനെ ഉത്സാഹിപ്പിച്ചവളും ചരടുവലിച്ചത് നീയാണ്. നായ്ക്കൾ നിന്നെ ഇസ്രായേലിന്റെ മതിലരികെ വെച്ച് തിന്നുകളയുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ ഈ അരുളപ്പാട് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ഇനി ഞാൻ പോകുന്നു. എന്റെ ദൈവമേ, എന്റെ യഹോവേ, എന്നോട് ക്ഷമിക്കണമേ. ദൈവമേ, യഹോവേ, എന്നോട് ക്ഷമിക്കണം. ദൈവമേ, യഹോവേ, എന്നോട് ക്ഷമിക്കണമേ. അങ്ങനത്തെ മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആഹാബ് രാജാവ് തന്നെത്താൻ താഴ്ത്തിയതുകൊണ്ട് യഹോവ അവനോട് ക്ഷമിച്ചു. അവന്റെ ജീവകാലത്ത് അവൻ അനർത്ഥങ്ങളൊന്നും തന്നെ വന്നില്ല. ആഹാബിന്റെ ആ നിഷ്കളങ്കത അല്ലെങ്കിൽ ആഹാബ് തന്നെത്താനെ താഴ്ത്തി ഹംബിൾ ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് ആഹാബിനോട് ക്ഷമിക്കുകയുണ്ടായി. Yes, King Ahab humbled himself before the Lord and he repented, but Queen Jezebel did not repent. So the judgment of God came upon them and their future generations. So the theme of this story that you just saw is that let us not lose ourselves in the lust of this world. Things that may seem extremely minute and simple to us is enough to actually destroy a whole family. ആഹാബിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നോക്കുമ്പോൾ 6-ാം രാജാവിന്റെ രഥനായകന്മാരിൽ ഒരാളാൽ അസ്ത്രമേറ്റ് അവന്റെ രക്തം ചിന്തി അവൻ ആ രഥത്തിൽ നിന്ന് മരിക്കുകയും ആ രഥം അവർ ശമരിയിലേക്ക് കൊണ്ടുവരികയും അവനെ ശമരിയത്തിൽ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ അവിടുത്തെ പടയാളികൾ ആ രഥം ശമരിയിൽ ഒരു കുളത്തിൽ കഴിഞ്ഞപ്പോൾ അവന്റെ രക്തം നായ്ക്കൾ നക്കിയതായി തന്നെ ബൈബിൾ പറയുന്നു. അതുപോലെ തന്നെ ഇസബെല്ല രാജ്ഞിയും യേഹൂവിനെ കളിയാക്കുവാൻ കൊട്ടാരത്തിൽ നിന്ന് എത്തി നോക്കി
ആ സമയത്ത് യേഹു എന്നെ സഹായിക്കാൻ ആരുമില്ലേ, എൻ്റെ പക്ഷത്ത് ആരുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ 2 ഷണ്ഡന്മാർ ഇസ്രായേൽ രാജ്ഞിയെ താഴേക്ക് തള്ളിയിടുകയും അവിടെ വെച്ച് അവളെ നായ്ക്കൾ തിന്നു കളഞ്ഞതായി ബൈബിൾ പറയുന്നു. അപ്പം ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പോലെ നമ്മൾ ഓടുന്ന സമയത്ത് ഇതൊന്നും നിഷ്പ്രഭമാണ്, ഇതൊന്നും വലിയൊരു കാര്യമല്ല, അല്ലെങ്കിൽ ഇതെല്ലാം ഒരു മായയാണെന്ന് പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ ലക്ഷ്യമാക്കി നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ ഈ പ്ലേ നിങ്ങൾക്ക് സഹായിക്കട്ടെ. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ഞാൻ ആദ്യം പാടി തുടങ്ങിയ പാട്ടിൻ്റെ 2 വരികൾ ഞാൻ എടുക്കുന്നു. പാറയാം പ്രിയൻ നിനക്കായി പിറന്നാൻ മറവിൽ നീരെന്നും പൂർണ്ണയാകാം. ഈ പ്ലേയിൽ അഭിനയിച്ചവർ നാബോത്തും ഭാര്യയും Jostein and Ruth Stephen. ആഹാബ് രാജാവും ഇസ്രായേൽ രാജാവും Yoshin Daniel and Jimmy Wesley. മന്ത്രിയും കാര്യക്കാരും Jaren Kuakala and Wesley Almutu. ഭടന്മാർ Benny Abraham and George Uti. പട്ടണത്തിലെ മൂപ്പന്മാരും പ്രധാനികളും Rajan Alex, KG Babu, Blesson and A.B. Matthew. ദൂതനായി അഭിനയിച്ചത് Chaco P. Nainan. ഏലിയായി അഭിനയിച്ചത് A.B. Danny. കൊട്ടാരം നർത്തകികൾ Anjali, Angela, Shannon, Johanna, Hannah, Rebecca, Joanna, Lydia, Nicole, Amy and Crystal. Our special thanks also to Jerry Thomas, Rufus Samuel, Justin Philip, Justin and Ashley, Bensi, Rohit George, and also to Sister Feba, Marin, and Jinsi. Thank you everybody for all your support. We all wish you a Merry Christmas and Happy New Year.